ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ സൈനിക ശക്തിയുടെ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ്. സാങ്കേതിക മികവിന്റെയും തന്ത്രപരമായ പാടവത്തിന്റെയും ഈ സമന്വയം ആഗോള ശക്തി സന്തുലനത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്നത് നിസ്സംശയമാണ്. പ്രോജക്റ്റ് വിഷ്ണു എന്ന അതീവ രഹസ്യദൗത്യത്തിലൂടെ DRDO, അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, എക്സ്റ്റൻഡഡ് ട്രാജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു. ഇത് വെറും ഒരു സാങ്കേതിക മുന്നേറ്റം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ തന്ത്രപരവും ഭൗമരാഷ്ട്രീയവുമായ ആധിപത്യത്തിന് അടിവരയിടുന്ന ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. മണിക്കൂറിൽ 11,000 കിലോമീറ്ററിനധികം, അതായത് മാഗ് 8 വേഗത്തിൽ കുതിക്കുന്ന ഈ ഹൈപ്പർസോണിക് മിസൈൽ നമ്മുടെ അഭിമാനസ്തംഭമായ ബ്രഹ്മോസിനേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ കുതിക്കുന്നു. ഏകദേശം 1500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ സ്ക്രാംജെറ്റ് എഞ്ചിന്റെ കരുത്തിൽ അന്തരീക്ഷവായുവിനെ ഇന്ധനമാക്കി മണിക്കൂറുകളോളം അതിവേഗത നിലനിർത്തുന്നു. ഇതിന്റെ സ്റ്റെൽത്ത് കഴിവും റഡാറുകളുടെ പരിധിക്കിടയിലൂടെ പറക്കാനുള്ള ശേഷിയും മിസൈലിനെ ഒരു അദൃശ്യ ഭീഷണിയാക്കുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളായ അമേരിക്കയുടെ THAAD, റഷ്യയുടെ S-500 പോലും ഈ മിസൈലിനെ തടുക്കാൻ അതിബുദ്ധിമുട്ടാകും. 1500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ പാകിസ്ഥാന് മാത്രമല്ല, ചൈനയിലെ നിർണായക സൈനിക താവളങ്ങളെയും ലക്ഷ്യമിടാൻ കഴിവുള്ളതാണ്. പ്രോജക്റ്റ് വിഷ്ണുവിലൂടെ ഇന്ത്യ, അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ ഹൈപ്പർസോണിക് ശക്തികൾക്കൊപ്പം ഈ അന്താരാഷ്ട്ര എലൈറ്റ് ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുന്നു. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും HSTDV പരീക്ഷണങ്ങളിലൂടെ സ്വായത്തമാക്കിയ അറിവിന്റെയും അന്തിമ ഫലമാണ് ഈ വിജയം. പ്രോജക്റ്റ് വിഷ്ണു ആഗോള സൈനിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യയെ മുന്നിലേക്ക് ഉയർത്തുകയാണ്. സാങ്കേതികവിദ്യയുടെയും തന്ത്രപരമായ മികവിന്റെയും ഈ സമന്വയം ഭാവിയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യയ്ക്ക് വ്യക്തമായ മുൻതൂക്കം നൽകുമെന്നത് തീർച്ചയാണ്.